ചില സ്വപ്നങ്ങൾ അത് വളരെ വിലപ്പെട്ടതാണല്ലേ. അത് നമ്മൾ വിശ്വാസത്തോടെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നുള്ളത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളുടെ സ്വപ്നവും വർഷങ്ങളായുള്ള പരിശ്രമവും വിശ്വാസവുമാണ് അതിൻ്റെ അടിസ്ഥാനം. For over 2 decades, Nest India Architects and Engineers has been turning vision into reality, blending experience, innovation and trust. ഒരു പ്രോജക്റ്റായിട്ട് മാത്രമല്ല, ഓരോ ക്ലയൻസിൻ്റെ സ്വപ്നത്തെയും സ്വന്തം ഉത്തരവാദിത്തമായി കാണുന്ന ഒരു ടീമാണ് നമ്മുടെ നെസ്റ്റ് ഇന്ത്യ ആർക്കിടെക്ട്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. നെസ്റ്റ് ഇന്ത്യയുടെ റീസെൻറ്റ് പ്രോജക്റ്റിനെ പറ്റി നമുക്ക് ഓണറിനോട് തന്നെ ചോദിക്കാം. മിസ്റ്റർ വഹാബ് സാറിന് ഈ പ്രോജക്റ്റിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ വളരെ കാലമായിട്ട് വെളിരാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് സ്റ്റാനിത്തിൻ്റെ അഡ്വൈസ് ഉണ്ടായിരുന്നു. ഇതിൽ സ്റ്റാനിത്തിൻ്റെ ഡിസൈൻ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് ഏറ്റവും മനോഹരമായ ബിൽഡിംഗ് ഡിസൈൻ ചെയ്ത് അത് കൺസ്ട്രക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു. അതുതന്നെയാണ് ഈ പ്രോജക്റ്റിൽ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഫീൽ ചെയ്തത്. Will you trust them with another project? ആക്ച്വലി ഇതെൻ്റെ 4ാമത്തെ പ്രോജക്റ്റാണ്. Okay. ഇനിയും ഫ്യൂച്ചറിൽ എനിക്ക് 1-2 പ്രോജക്റ്റുകൾ പൈപ്പ് ലൈനിലുണ്ട്. ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയാൻ സ്റ്റാനിത്ത് തന്നെയായിരിക്കും. ഇനി നമുക്ക് നെസ്റ്റ് ഇന്ത്യയുടെ ഫൗണ്ടർ ആൻഡ് പ്രിൻസിപ്പൽ ആർക്കിടെക്ചറൽ കൺസൾട്ടന്റ് മിസ്റ്റർ അനിത് പത്മദേവിനോട് ചോദിക്കാം. സർ, ഈ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തപ്പോൾ ഉള്ള സാറിൻ്റെ എക്സ്പീരിയൻസസ് ആൻഡ് ചലഞ്ചസ് ഒന്ന് ഞങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമോ? ഈ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു വെറ്റ്ലാൻഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെറ്റ്ലാൻഡ് ആകുമ്പോൾ നമ്മൾ ആ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ പാർക്കിങ്ങിലേക്ക് മാറ്റാൻ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓഫീസ് ഏരിയ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഓഫീസ് ഏരിയ നഷ്ടപ്പെടും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഒരു ബേസ്മെൻറ്റ് ഏരിയ ക്രിയേറ്റ് ചെയ്ത് അവിടെയാണ് നമ്മൾ പാർക്കിംഗ് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ അത് ശരിക്കും ഒരു ടാസ്ക് ആയിരുന്നു, പക്ഷെ നമുക്ക് നന്നായിട്ടത് ചെയ്യാൻ പറ്റിയായിരുന്നു. കൂടാതെ ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഷേപ്പ് കണ്ടാൽ മനസ്സിലാവും, ഇതൊരു അമീബയുടെ ഷേപ്പ് പോലെയാണ് ഇരിക്കുന്നത്. ആ പ്ലോട്ടിൻ്റെ അതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്താണ് ഞങ്ങൾ ഈ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു 15 സെൻറ്റ് സ്ഥലത്ത് ഏകദേശം 15,000 സ്ക്വയർ ഫീറ്റ് ബേസ്മെൻറ്റ് ഉൾപ്പെടെ 5 നിലകളിലായിട്ടാണ് ഈ ബിൽഡിംഗ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. ഒരു പ്രോജക്റ്റായിട്ട് മാത്രമല്ല, ഓരോ ക്ലയൻസിൻ്റെ സ്വപ്നമാണ് അവർ സ്വന്തമായിട്ട് കാണുന്നത്. ബിക്കോസ് ഗ്രേറ്റ് സ്പേസസ് ആർ നോട്ട് ജസ്റ്റ് ബിൽഡ്, they are thoughtfully crafted with care and commitment.